നമസ്കാരം. ജന്മഭൂമിയിലേക്ക് സ്വാഗതം. വാർത്തകൾ ചുരുക്കത്തിൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ കൊച്ചി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് യൂണിറ്റിന് കേന്ദ്രം അനുമതി നൽകിയതായി റിപ്പോർട്ട്. അന്വേഷണ ഉദ്യോഗസ്ഥനെ തീരുമാനിച്ച ശേഷം ഇഡി കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഫയൽ ചെയ്ത് അന്വേഷണം തുടങ്ങും എന്നാണ് പറയപ്പെടുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയും. ദ്വാരപാലക ശില്പ കേസിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിലാണ് വിധി പറയുന്നത്. കട്ടിളപ്പാളി കേസിൽ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും നേരത്തെ തള്ളിയിരുന്നു. സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി, ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവർ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ബംഗളൂരുവിൽ ഗൂഢാലോചന നടത്തിയെന്ന് SIT. കേസന്വേഷണം തുടങ്ങിയ ഒക്ടോബറിൽ മൂവരും ബംഗളൂരുവിൽ ഒത്തുചേർന്നാണ് ഇതിനുള്ള തിരക്കഥയൊരുക്കിയത്. കേരളത്തിലായിരുന്ന പോറ്റിയെ ഭണ്ഡാരിയും ഗോവർദ്ധനും ബംഗളൂരുവിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. മൂവരുടെയും ഫോൺ ലൊക്കേഷനുകൾ പരിശോധിച്ചപ്പോഴാണ് ഇത് വ്യക്തമായത്. ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയെ എതിർത്ത് SIT ഇന്നലെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇത് വ്യക്തമാക്കുന്നത്. കൂടാതെ ശ്രീകോവിലിന്റെ മറ്റു സ്വർണ്ണപ്പാളികളും സന്നിധാനത്തെ സ്വർണം പൊതിഞ്ഞ മറ്റു വസ്തുക്കളും ഉൾപ്പെടെ ശബരിമലയിൽ വൻ കൊള്ളയ്ക്ക് പ്രതികൾ പദ്ധതിയിട്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം. പ്രതികളാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റി, കർണാടകയിലെ ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ, സ്മാർട്ട് ക്രിയേഷൻസ് CEO പങ്കജ് ഭണ്ഡാരി എന്നിവർ ചേർന്നാണിത്. ദേവസ്വം ഉദ്യോഗസ്ഥർ ഇവർക്ക് വഴിവിട്ട സഹായം ചെയ്തുവെന്നും പറയുന്നു. റെയിൽവേയുടെ പുത്തൻ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ കേരളത്തിനും ലഭിച്ചേക്കും. 17 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ ആദ്യത്തെ വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻ സർവീസ് ഉദ്ഘാടനം ചെയ്യും. ആസാമിലെ ഗുവാഹത്തിയിൽ നിന്ന് ബംഗാളിലെ കൊൽക്കത്തയിലേക്കുള്ള സർവീസാണിത്. ഇതിനു പിന്നാലെ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും വന്ദേ ഭാരത് സ്ലീപ്പർ സർവീസ് അനുവദിക്കുമെന്നാണ് വിവരം. വോട്ടർ പട്ടിക തയ്യാറാക്കാനും പൗരത്വം പരിശോധിക്കാനും ഭരണഘടന തങ്ങൾക്ക് അധികാരം നൽകുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീം കോടതിയിൽ. വോട്ടർ പട്ടികയിൽ എത്ര വിദേശികളുണ്ടെന്ന് പ്രശ്നമല്ലെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ കാതലാണ് പൗരത്വമെന്നും കമ്മീഷൻ പറഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിലെ SIR, വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണം നടപടികളുടെ നിയമസാധുത ചോദ്യം ചെയ്യുന്ന ഹർജികളിലാണ് കമ്മീഷൻ നിലപാട് വ്യക്തമാക്കിയത്. പിണങ്ങിയ യുവതിയെ പ്രീതിപ്പെടുത്താൻ സിനിമ സ്റ്റൈൽ പദ്ധതി. യുവതിയെ കാറിടിപ്പിച്ച് വീഴ്ത്തിയിട്ട് രക്ഷിക്കുകയായിരുന്നു. സത്യം പുറത്തായതോടെ വധശ്രമ കേസിൽ 2 യുവാക്കൾ അറസ്റ്റിൽ. കോന്നി മാമ്മൂട് രാജ്ഭവനിൽ രഞ്ജിത്ത് രാജൻ, കോന്നിത്താഴം പയ്യനാമൺ താഴത്തുപറമ്പിൽ അജാസ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരും കൊട്ടാരക്കര സബ് ജയിലിലാണ്. പോലീസ് പറയുന്നത് ഇങ്ങനെ: രഞ്ജിത്തും യുവതിയും പ്രണയത്തിലായിരുന്നു. ഇടയ്ക്ക് പിണക്കത്തിലായി. പിണക്കം മാറ്റാൻ സുഹൃത്ത് അജാസിനോട് ആലോചിച്ച് ഇയാൾ കാർ ഇടിപ്പിക്കാനുള്ള പദ്ധതി തയ്യാറാക്കി. കാർ ഇടിച്ചു വീഴുമ്പോൾ സ്ഥലത്തെത്തി യുവതിയെ രക്ഷിച്ച് പിണക്കം മാറ്റുകയായിരുന്നു ലക്ഷ്യം. കേരളത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങൾ സജീവമാക്കി BJP. ഇതിന്റെ ആദ്യപടിയായി ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും തിരുവനന്തപുരത്തേക്ക് എത്തുന്നു. ജനുവരി 11 തിരുവനന്തപുരത്തെത്തുന്ന അമിത്ഷാ BJP കോർ കമ്മിറ്റി യോഗത്തിലും തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിജയിച്ച കൗൺസിലർമാരുടെ യോഗത്തിലും പങ്കെടുക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, മുൻ കേന്ദ്രമന്ത്രി V. മുരളീധരൻ, മുൻ അധ്യക്ഷൻ K. സുരേന്ദ്രൻ, ശോഭ സുരേന്ദ്രൻ തുടങ്ങിയ പ്രധാന നേതാക്കളെല്ലാം യോഗത്തിൽ സംബന്ധിക്കും. ഷായ്ക്ക് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തലസ്ഥാനത്തെത്തും. വയനാട് ഗവൺമെന്റ് കോളേജിൽ പ്രസവിച്ച യുവതിയുടെ വയറ്റിൽ നിന്ന് 2.5 മാസത്തിന് ശേഷം ലഭിച്ചത് തുണിക്കഷ്ണം. സംഭവത്തിൽ ഡോക്ടർക്കെതിരെ പരാതിയുമായി യുവതി. വയനാട് മാനന്തവാടി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്നാണ് ആരോപണം. മാനന്തവാടി സ്വദേശിയായ ദേവിക്കാണ് ദുരനുഭവം ഉണ്ടായത്. മന്ത്രിക്കും DMOയ്ക്കും ആശുപത്രി സൂപ്രണ്ട് എന്നിവർക്കാണ് പരാതി നൽകിയിരിക്കുന്നത്. കണ്ണൂർ തളാപ്പിൽ വീണ്ടും തെരുവുനായ ശല്യം. വീട്ടുവരാന്തയിലെ കൂട് മറിച്ചിട്ട് തെരുവുനായക്കൂട്ടം 10,000 വിലയുള്ള അമേരിക്കൻ തത്തയെ കടിച്ചു കീറിക്കൊന്നു. തളാപ്പിലെ KK സന്ദീപിന്റെ വീട്ടിലായിരുന്നു തെരുവുനായ്ക്കൂട്ടത്തിന്റെ പരാക്രമം. വീട്ടിൽ ഓമനയായി വളർത്തിയിരുന്ന സൺകൊന്യൂറിനെയാണ് തെരുവുനായ്ക്കൾ കൊന്നത്. ഉത്സവത്തിനിടെ ആനയിടഞ്ഞ് 2 പാപ്പാന്മാർക്ക് പരിക്ക്. വയനാട് പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിലാണ് സംഭവം നടന്നത്. പട്ടണ പ്രദക്ഷിണത്തിന് ശേഷം ക്ഷേത്രവളപ്പിൽ വെച്ചാണ് ആനയിടഞ്ഞത്. ഉണ്ണി, രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തീപിടുത്തത്തിൽ 300 ബൈക്കുകളാണ് അഗ്നിക്കിരയായത്. ഞായറാഴ്ച രാവിലെ 6:30 സംഭവം. ബൈക്കുകൾക്ക് പുറമെ ട്രാക്ക് പരിശോധനയ്ക്കും ബോഗികൾ വലിച്ചിടാനും ഉപയോഗിക്കുന്ന എഞ്ചിനും ഭാഗികമായി കത്തിയിരുന്നു. നിമിഷനേരം കൊണ്ട് കത്തിയമർന്ന ബൈക്കുകളുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച് ആശങ്കകളാണ് ഇപ്പോൾ വാഹന ഉടമകളെ അലട്ടുന്ന പ്രധാന പ്രശ്നം. വാഹനങ്ങൾ ഭൂരിപക്ഷവും പൂർണ്ണമായി കത്തിപ്പോയതിനാൽ നഷ്ടപരിഹാരത്തിന് എങ്ങനെ ശ്രമിക്കുമെന്ന ആശങ്ക ഉടമകൾക്കുണ്ട്.
മധുര തിരുപ്പറംകുന്നം മലയിലെ പുരാതന കൽത്തൂണിൽ കാർത്തിക ദീപം തെളിയിക്കാൻ അനുമതി നൽകിയ മദ്രാസ് ഹൈക്കോടതിയുടെ വിധി സ്വാഗതം ചെയ്ത് BJP നേതാവ് കെ അണ്ണാമലൈ. DMK സർക്കാർ അധികാര ദുർവിനിയോഗം അവസാനിപ്പിക്കുകയും മുരുക ഭക്തർക്ക് ദീപത്തൂണിൽ ദീപം തെളിയിക്കാൻ അനുവദിക്കുകയും ചെയ്തുകൊണ്ട് നിയമവാഴ്ചയെ ബഹുമാനിക്കുകയും ചെയ്യുമെന്ന് തങ്ങൾ പ്രതീക്ഷിക്കുന്നു, അണ്ണാമലൈ എക്സിൽ കുറിച്ചു. തുർക്ക്മാൻ ഗേറ്റിന് സമീപമുള്ള നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു പള്ളിക്ക് മുകളിലുള്ള കയ്യേറ്റങ്ങൾ പൗരഭരണാധികാരികളും നിയമനിർവഹണ ഏജൻസികളും പൊളിച്ചുമാറ്റാൻ തുടങ്ങിയതോടെ ഇന്ന് പുലർച്ചെ പഴയ ഡൽഹിയിൽ സംഘർഷാവസ്ഥ ഉടലെടുത്തു. പൊളിക്കൽ ഇന്ന് രാവിലെ 8 മണിക്ക് ആരംഭിക്കേണ്ടതായിരുന്നു, പകരം പുലർച്ചെ 1:30 ആരംഭിച്ചു. പൊളിക്കലിനെതിരെ പ്രതിഷേധിച്ച് സ്ഥലത്ത് തടിച്ചുകൂടിയ ആളുകളിൽ നിന്ന് ഈ നടപടിക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു. ഫൈസ് ഇ ഇലാഹി പള്ളിക്ക് പുറത്തു നടന്ന കല്ലേറിൽ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റതിനെ തുടർന്ന് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. ചാന്ദിലി മഹലിലെ SHO മഹാവീർ പ്രസാദ് ഉൾപ്പെടെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു. മിനിമം നിലവാരത്തിൽ ഗുരുതരമായ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി ജമ്മുവിലെ ശ്രീ മാതാ വൈഷ്ണോ ദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എക്സലൻസിന്റെ അംഗീകാരം ദേശീയ മെഡിക്കൽ കമ്മീഷൻ NMC റദ്ദാക്കി. നിലവിലുള്ള എല്ലാ MBBS വിദ്യാർത്ഥികളെയും കേന്ദ്രഭരണ പ്രദേശത്തെ മറ്റ് അംഗീകൃത മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റും. പ്രവേശന ഡാറ്റയെ ചൊല്ലി കോളേജ് ചൂടേറിയ രാഷ്ട്രീയ വിവാദത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. 2025-26 അധ്യയന വർഷത്തിൽ ആദ്യ ബാച്ചിലെ 50 വിദ്യാർത്ഥികളിൽ 42 പേർ മുസ്ലിങ്ങളും ഒരാൾ സിഖുകാരനുമായിരുന്നു. ജമ്മുവിലെ നിരവധി ഗ്രൂപ്പുകളിൽ നിന്ന് കടുത്ത പ്രതിഷേധത്തിന് ഇത് കാരണമായി. ബംഗളൂരു യേലഹങ്കയിലെ കോഹിലുവിൽ ബുൾഡോസർ നടപടി നേരിട്ടവരിൽ പുനരധിവാസ പദ്ധതി പ്രകാരം വീട് ലഭിക്കാൻ അർഹതയുള്ളത് 37 കുടുംബങ്ങൾക്ക് മാത്രം. റവന്യൂ വകുപ്പ്, ഗ്രേറ്റ് ബംഗളൂരു അതോറിറ്റി, ഹൗസിംഗ് കോർപ്പറേഷൻ എന്നിവർ ചേർന്ന് ഒടുവിൽ നടത്തിയ സർവേ പ്രകാരം ഇവിടെ താമസിച്ചിരുന്നവരിൽ 37 കുടുംബങ്ങൾ മാത്രമാണ് ബംഗളൂരു സ്വദേശികൾ. മറ്റുള്ളവർ നഗരത്തിന് പുറത്തു നിന്നുള്ളവരാണ്. ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പദ്ധതിയിൽ ബംഗളൂരുവിൽ നിന്നുള്ളവരെ മാത്രമായിരിക്കും പരിഗണിക്കുകയെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ നിന്ന് അനധികൃതമായി രാജ്യത്തെത്തിയവർ അടക്കമുള്ളവരാണ് സർക്കാർ ഭൂമി കയ്യേറി താമസിച്ചതെന്നാണ് BJPയുടെ ആരോപണം. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും US തട്ടിക്കൊണ്ടുപോയതിനു പിന്നിൽ ഇടക്കാല പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിന് പങ്കുള്ളതായി റിപ്പോർട്ടുകൾ. ദീർഘകാലമായി വെനസ്വേലൻ പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന മഡുറോയെ അട്ടിമറിച്ച് ഭരണം നേടുന്നതിനായി ഡെൽസി USന്റെ സഹായം തേടിയെന്നും US മഡുറോയ്ക്കെതിരെ നിലനിൽക്കുന്ന കേസുകൾ ആയുധമാക്കിയാണെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. കഴിഞ്ഞ വർഷം അറബ് സഖ്യകക്ഷികളുടെ മധ്യസ്ഥതയിൽ ഡെൽസിയും സഹോദരനും ദേശീയ അസംബ്ലി അധ്യക്ഷനുമായ ജോർജ് റോഡ്രിഗസും ട്രംപ് ഭരണകൂടവുമായി രഹസ്യ ചർച്ചകൾ നടത്തിയെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. മഡുറോയുടെ വിശ്വസ്തനായിരുന്നു ഡെൽസി. ഗ്രീൻലാൻഡിന്റെ നിയന്ത്രണം എങ്ങനെ ഏറ്റെടുക്കാമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് US സൈന്യത്തെ ഉപയോഗിക്കുന്നത് എല്ലായ്പ്പോഴും ഒരു ഓപ്ഷനാണെന്നും വൈറ്റ് ഹൌസ് ചൊവ്വാഴ്ച പറഞ്ഞത് നാറ്റോ സഖ്യകക്ഷിയായ ഡെൻമാർക്കുമായുള്ള സംഘർഷം കൂടുതൽ രൂക്ഷമാക്കി. വെനസ്വേലയിലെ ഇടക്കാല അധികാരികൾ 30 ദശലക്ഷം മുതൽ 50 ദശലക്ഷം ബാരൽ ഉയർന്ന നിലവാരമുള്ള എണ്ണ USന് അതിന്റെ വിപണി വിലയ്ക്ക് വിൽക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൊവ്വാഴ്ച തന്റെ സോഷ്യൽ മീഡിയ സൈറ്റിൽ പറഞ്ഞു. ജനുവരി 6 ചൊവ്വാഴ്ച വൈകുന്നേരം ഒരു പരിശീലന ദൗത്യത്തിനിടെ തായ്വാൻ ദ്വീപിന്റെ കിഴക്കൻ തീരത്ത് ഒരു F-16V പൈലറ്റ് വിമാനത്തിൽ നിന്ന് പുറത്തേക്ക് ചാടിയതിനെ തുടർന്ന് തായ്വാൻ വലിയ തോതിലുള്ള തിരച്ചിൽ പ്രവർത്തനം ആരംഭിച്ചു. എല്ലാ ഏജൻസികളോടും വൈമാനികന്റെ സുരക്ഷയ്ക്ക് മുൻഗണന നൽകാൻ പ്രസിഡന്റ് ലായ് ചിങ് ടെ ഉത്തരവിട്ടു. 6700 എന്ന ടെയിൽ നമ്പർ ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞ സിംഗിൾ സീറ്റ് F-16V ബ്ലോക്ക് 20 പ്രാദേശിക സമയം വൈകുന്നേരം 7:29 ഹുവാലിയൻ കൗണ്ടിയിലെ ഫെങ്ബിൻ ടൗൺഷിപ്പിന് കിഴക്ക് ഏകദേശം 10 നോട്ടിക്കൽ മൈൽ അകലെ റഡാർ ബന്ധം നഷ്ടപ്പെട്ടതായി വ്യോമസേന കമാൻഡ് അറിയിച്ചു. പതിവ് രാത്രി പരിശീലന ദൗത്യത്തിനായി പൈലറ്റ് ക്യാപ്റ്റൻ ഹസിൻ പൂർണ്ണ പേര് വെളിപ്പെടുത്തിയിട്ടില്ല. വൈകുന്നേരം 6:15 ഹുവാലിയൻ എയർബേസിൽ നിന്ന് പറന്നുയർന്നു. സംഭവത്തിന്റെ കാരണം അന്വേഷണത്തിലാണ്. ഇറാനിലുടനീളം വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിനെതിരായ പ്രതിഷേധം തുടരുന്നതിനിടെ ചൊവ്വാഴ്ച ടെഹ്റാൻ ബസാറിൽ പ്രകടനക്കാരെ പിരിച്ചുവിടാൻ സുരക്ഷാ സേന കണ്ണീർ വാതകം ഉപയോഗിച്ചു. 3 വർഷത്തിനിടെ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെ ബാധിച്ച ഏറ്റവും വലിയ അശാന്തിക്കെതിരായ അടിച്ചമർത്തലിൽ 2 ഡസനിലധികം ആളുകൾ കൊല്ലപ്പെട്ടതായി ഒരു NGO പറഞ്ഞു. നോർവേ ആസ്ഥാനമായുള്ള NGO ഇറാൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രകാരം സുരക്ഷാ സേന കുറഞ്ഞത് 27 പ്രതിഷേധക്കാരെ കൊന്നിട്ടുണ്ട്. ഇതിൽ 18 വയസ്സിന് താഴെയുള്ള 5 പ്രായപൂർത്തിയാകാത്തവരും ഉൾപ്പെടുന്നു. ചൊവ്വാഴ്ച വെടിയേറ്റ് മരിച്ച ഒരു പോലീസുകാരൻ ഉൾപ്പെടെ സുരക്ഷാ സേനയിലെ അംഗങ്ങളും കൊല്ലപ്പെട്ടതായി ഇറാനിയൻ അധികൃതർ അറിയിച്ചു. പ്രക്ഷോഭം തുടരുന്ന സാഹചര്യത്തിൽ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനയി രാജ്യം വിടാനൊരുങ്ങുന്നതായുള്ള റിപ്പോർട്ടുകൾ തള്ളി ഇന്ത്യയിലെ ഇറാൻ എംബസി. ഒരു ഹൗസ് GOP കോൺഫറൻസിൽ സംസാരിക്കവേ ട്രംപ് വ്യക്തിപരമായ പരാതികൾ, സൈനിക വീമ്പിളക്കൽ, വിദേശ നയസമ്മർദ്ദം എന്നിവ 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള മുന്നറിയിപ്പുകളുമായി സംയോജിപ്പിച്ചു. 2026 ഇടക്കാല തെരഞ്ഞെടുപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ട്രംപ് വ്യക്തമായി പരിഭ്രാന്തനായിരുന്നു.
റിപ്പബ്ലിക്കന്മാർക്ക് കോൺഗ്രസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ തന്റെ രാഷ്ട്രീയ ഭാവി അപകടത്തിലാവുമെന്ന് അദ്ദേഹം തുറന്ന് സമ്മതിച്ചു. ഇടക്കാല തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടാൽ ഡെമോക്രാറ്റുകൾ ഉടൻ തന്നെ ഇംപീച്ച് ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുമെന്ന് ട്രംപ് റിപ്പബ്ലിക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.